ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 46-ാം വാക്യം വായിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ വചനമായി പരാമർശിച്ചിരിക്കുന്നു. യേശു ദൈവത്തോടുകൂടെയും യേശു ദൈവമായും വെളിപ്പെടുത്തിയിരിക്കുന്നു. സകലവും യേശു മുഖാന്തരം ഉളവായി എന്നും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നും വ്യക്തമാക്കുന്നു. തൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കവനെ നൽകി. ലോകം യേശുവിനാൽ രക്ഷിക്കപ്പെടുവാനാണ് ദൈവം നമുക്ക് നൽകിയത്. യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ന്യായവിധി എന്നതോ വെളിച്ചമായ യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. യേശു തന്നെത്താൻ വെളിപ്പെടുത്തിയത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്നാണ്. പിറവിയിലെ കുരുടനായ ഒരുവനെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് യേശു പറയുന്നത്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ്. പാപത്തിന്റെ ഇരുളിലായിരിക്കുന്ന ഈ ലോകത്തിൽ യേശു വെളിച്ചമായി എത്തുമ്പോൾ ആ വെളിച്ചം ഇരുട്ടിനെ പുറത്താക്കുന്നു. അതായത് ഇരുട്ടിന്റെ മേൽ വെളിച്ചം ജയിക്കുന്നു. വെളിച്ചമായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തിയുടെ മേലുള്ള സകല ഇരുളിൻ്റെ അവസ്ഥകളും മാറ്റുവാൻ കർത്താവിന് കഴിയുന്നു. തുടർന്ന് വെളിച്ചത്തോടുള്ള കൂട്ടായ്മ, ഈ ഭൂമിയിലെ വാസത്തിനു ശേഷം നിത്യമായ വെളിച്ചത്തിൽ നമ്മുടെ രക്ഷിതാവായ യേശുവിനോടുകൂടെ വസിക്കുവാൻ ലഭിക്കുന്ന നല്ല അവസരം. ചുരുക്കത്തിൽ, യേശു ഒരുവന്റെ ഹൃദയത്തിൽ വസിക്കുന്ന നാൾ മുതൽ നിത്യതയോളം അവൻ വെളിച്ചത്തിലായിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള വചനം അനേകർ ഗ്രഹിക്കുവാനും അവർ ക്രിസ്തുവിലാകുവാനും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുവാനും ഇടയാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.